തൃശൂർ നഗരത്തിൽ വാഹനങ്ങൾക്ക് തീപിടിച്ചു. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. സൂരജ് സജിയാണ് വാർത്തയുടെ വിവരങ്ങൾ ചേരുന്നത്. സൂരജ്, തീപിടുത്തമുണ്ടാവുന്നത് എങ്ങനെയാണ്? കാശ്മീർ, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഷൊർണൂർ റോട്ടിലാണ് ഈ 3 ബൈക്കുകൾക്ക് തീപിടിച്ചത്. സമയോചിതമായ ഒരു ഇടപെടലാണ് കൂടുതൽ വാഹനങ്ങളിലേക്കൊക്കെ തീപിടിക്കാതെ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിലേക്ക് നയിച്ചത്. ആദ്യം ഈ ദൃശ്യങ്ങളിൽ കാണുന്ന, ഇപ്പോൾ ഇതിനോടകം തന്നെ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ബുള്ളറ്റിൽ ബൈക്കിനാണ് ആദ്യം തീപിടിക്കുന്നത്. കൊണ്ടുവന്ന് ഇവിടെ നിർത്തുന്ന സമയത്ത് അതിൽ നിന്ന് വലിയ രീതിയിൽ പുക ഉയരുകയും പിന്നീട് സമീപത്തുണ്ടായിരുന്ന മറ്റ് 2 ബൈക്കുകളിലേക്ക് കൂടി പടർന്നു പിടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. ഈ 3 ബൈക്കുകളും ഒരുപോലെ പിന്നീട് കത്തുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തി ഏറെ പണിപ്പെട്ടാണ് ഇത് നിയന്ത്രണ വിധേയമാക്കിയത്. കാരണം ഇതിന് മുൻവശത്ത് വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന് മുൻവശത്ത് പാർക്ക് ചെയ്ത ബൈക്കാണ്. ആ ബൈക്കാണ് പൊടുന്നനെ ഈ പുക ഉയരുകയും പിന്നീട് ഈ പൊട്ടിത്തെറിക്കുന്ന തരത്തിലേക്ക് തീ ആളിക്കത്തി പൊട്ടിത്തെറിക്കുന്ന ഒരു രീതിയിലേക്ക് പോയത്. അത് സമീപത്ത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. കുറച്ചുകൂടി വൈഡായി പിടിച്ചു കഴിഞ്ഞാൽ ഇത് സമീപത്ത് ഒരു കാർ ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി വാഹനങ്ങളെല്ലാം ഉള്ള ഒരു മേഖലയിലാണ് തീപിടുത്തം ഉണ്ടായത്. പക്ഷേ ഫയർഫോഴ്സ് കൃത്യസമയത്ത് എത്തി. തൃശ്ശൂർ നഗരത്തിലാണിത്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സിന്റെ ഒരു സമയോചിത ഇടപെടലാണ് ഈ തീപിടുത്തം വലിയ രീതിയിലേക്ക് പോകാതെ നിയന്ത്രിക്കുന്നതിലേക്ക് കഴിഞ്ഞത്. എന്തായാലും നിലവിൽ തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നു. പൂർണ്ണമായും തീ അണച്ചിരിക്കുന്നു. 3 ബൈക്കുകൾ പൂർണ്ണമായും കത്തിനശിച്ച നിലയിലാണുള്ളത്. ഇവിടെ ഉണ്ടായിരുന്ന മറ്റു വാഹനങ്ങളെല്ലാം തന്നെ ഈ ഫയർഫോഴ്സ് സേനാംഗങ്ങൾ എത്തി ആദ്യം തന്നെ ഈ വാഹനങ്ങളെല്ലാം മാറ്റി. അതുകൊണ്ടാണ് കൂടുതൽ വാഹനങ്ങളിലേക്ക് തീ പടരാതിരുന്നത്. ഇവിടെ കൊണ്ടു നിർത്തി ആദ്യം കൊണ്ടുവന്ന വാഹനം അത് ഒരു ബുള്ളറ്റ് ആയിരുന്നു. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വാഹനമാണ്. സന്ദീപ് ഒന്നുകൂടി പാൻ ചെയ്ത് പിടിക്കുകയാണെങ്കിൽ ഈ വാഹനമാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇവിടെ നിന്ന് ഈ വാഹനത്തിൽ നിന്ന് പുക ഉയരുന്നു. അതിനുശേഷം വലിയ രീതിയിൽ ഇത് ആളിക്കത്തുകയായിരുന്നു. അപ്പോൾ സമീപത്തുണ്ടായിരുന്ന 2 ബൈക്കുകൾ കൂടി അങ്ങനെയാണ് തീ പിടിച്ചതെന്നുള്ളതാണ് നിലവിൽ ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത്. എന്തായാലും തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നു. തീ പൂർണ്ണമായും അണച്ചിരിക്കുന്നു. കാശ്മീർ, സൂരജ് സജിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇവിടെ സൂരജ്, ഇവിടെ ഈ തീപിടുത്തമുണ്ടാവുന്നത് എങ്ങനെയാണ്? ഇത് വലിയ ചൂടുകാലമൊക്കെയാണ്, നമുക്കറിയാം. പക്ഷേ തീ പിടിച്ച് തുടങ്ങുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് വല്ല ധാരണയുണ്ടോ? കാശ്മീർ, അത് തന്നെയാണ്. ഈ വലിയ ചൂടുകാലമാണ്. ഈ വാഹനങ്ങൾക്ക് തീപിടിക്കുന്ന വാർത്ത തുടർച്ചയായി വരുന്നുണ്ട്. അതിനിടയിലാണ് ഇന്ന് അല്പം മുമ്പ്, അതായത് ഒരു അരമണിക്കൂർ മുമ്പാണ് ഈ വാഹനങ്ങൾ ഇവിടെ എത്തുന്നത്. അതായത് ഈ 2 വാഹനങ്ങൾ നേരത്തെ ഇവിടെ പാർക്ക് ചെയ്തിരുന്ന ബൈക്കാണ്. അതിന് കൂടാതെയാണ് ഈ ബുള്ളറ്റ് ഇവിടെ വരുന്നത്. ഇവിടെ ഈ വാഹനം കൊണ്ട് നിർത്തുന്ന സമയത്ത് ഈ വാഹനത്തിൽ നിന്ന് വലിയ രീതിയിൽ പുക ഉയരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ പുക ഉയരുകയും ഈ വാഹനത്തിനാണ് ആദ്യം തീ പിടിക്കുന്നത്. ഈ ബുള്ളറ്റിന് തീ പിടിക്കുന്നു. അത് ആളിക്കത്തുന്നു. സമീപത്തുണ്ടായിരുന്ന ബാക്കി 2 ബൈക്കിന് കൂടി ഇതോടുകൂടിയാണ് തീ പിടിക്കുന്നത്. ഇതിന് സമീപത്ത് തന്നെ ഒരു കാർ ഉണ്ടായിരുന്നു. ഇതൊരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. സ്വാഭാവികമായും ഇവിടെ വരുന്ന ഒത്തിരി വാഹനങ്ങൾ എല്ലാം തന്നെ ഇവിടെ പാർക്ക് ചെയ്തിരുന്നു. പക്ഷേ ഈ തീപിടുത്തം ഉണ്ടായ വേളയിൽ തന്നെ കൂടുതൽ വാഹനങ്ങൾ ഇവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞതാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി കുറച്ചത്. പ്രത്യേകിച്ച് ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പൊട്ടിത്തെറിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. ഈ തീ പിടിച്ച ഉടനെ തന്നെ ഈ കടകളുടെ എല്ലാം തന്നെ ഷട്ടറുകൾ ഇട്ടു. തീ മറ്റിടങ്ങളിലേക്ക് പടരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൃത്യമായ മുൻകരുതൽ അത് ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും എല്ലാം ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെയാണ് ഈ 3 വാഹനങ്ങൾക്ക് തീ പിടിച്ചെങ്കിൽ പോലും ഈ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന് സാധിച്ചത്. എന്തായാലും ഈ ബുള്ളറ്റിന് എങ്ങനെയാണ് തീ പിടിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പോലീസും ഫയർഫോഴ്സും ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഷോർട്ട് സർക്യൂട്ടോ മറ്റു കാര്യങ്ങളാണോ എന്ന സംബന്ധിച്ചുള്ള പരിശോധനകളിലേക്കും ഇപ്പോൾ കടന്നിട്ടുണ്ട്. കാശ്മീർ, സൂരജ് സജിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കൂട്ടത്തോടെ വാഹനങ്ങൾ കത്തിനശിക്കുകയായിരുന്നു. കൂടുതൽ വാഹനങ്ങളിലേക്ക് തീ പടർന്നു പിടിക്കുന്നത് തടയാൻ കഴിഞ്ഞു. നല്ല ഗംഭീരമായ ബുള്ളറ്റും കാറുകളും ഒക്കെയാണ് തീ പിടിച്ച് അത്തരത്തിൽ നശിച്ചത്. എന്തായാലും തീ അണച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്.